ഗൈസ്, അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ താഴെ ഫുഡ് കോർട്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നു ഗൈസ്. ഫുഡ് കോർട്ടിൽ ലഞ്ച് കഴിഞ്ഞിട്ട് ലൈൻ പിടിക്കാൻ വേണ്ടി വന്നു. എൻ്റെ കൂടെ എൻ്റെ ബേബി ഷാഹിദയുണ്ട്, പിന്നെ നമ്മുടെ സഞ്ജു ടെക്കിയുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ കൂടെ ലൈൻ ട്രൈ ചെയ്യാൻ വന്നത് 20 വയസ്സിൻ്റെ പ്രായവും 25 വയസ്സിൻ്റെ നാക്കുള്ള അനന്തവും, പിന്നെ കൂട്ടത്തിൽ കള്ളം മാത്രം പറയാൻ വേണ്ടി വാ തുറക്കുന്ന അമിലും, ആൻഡ് കൂട്ടത്തിലെ സൈക്കോ അങ്കിൾ ജെറിയുമാണ്. ഗൈസ്, അങ്ങനെ ചെറിയൊക്കെ ലൈമായിട്ട് വരുന്നുണ്ട്. അമിലുണ്ട്, എന്താണ് എന്തുകൊണ്ട് ഉപ്പ കണ്ണല്ലേ. ഗൈസ്, അങ്ങനെ ബ്രേക്ക് ടൈമൊക്കെ കഴിഞ്ഞ് 2 മണിക്ക് കയറാനുള്ള നമ്മൾ ഏകദേശം 2:05 ആയപ്പോഴാണ് തിരിച്ച് കയറിയത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സമയം എത്തി സുഹൃത്തുക്കളെ, 4:30 അപ്പം അടുത്ത ബ്രേക്ക് ടൈമായി. അങ്ങനെ ഞാനും ഷാഹിദയും സഞ്ജു ടെക്കിയും കൂടെ തൗഫിക്കിൻ്റെ കൂടെയും ജെറി അമ്മാവൻ്റെ കൂടെയും കോഫി കുടിക്കാൻ പോയി ഗൈസ്. അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് സമാധാനത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ഗൈസ് അവൻ്റെ എൻട്രി. ഹീറോ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആദർശ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സമാധാനത്തിൽ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ തന്നെ സമയമായി ഗൈസ്. അടുത്ത ബ്രേക്കും അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാനും ബേബിയും കൂടെ ലോക്കറിൽ ഫോൺ വയ്ക്കാൻ വന്നു. 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ബേബി ഇവിടെ നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് അടുപ്പിച്ചുണ്ടല്ലോ ബസ് സ്റ്റോപ്പിലോട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ബസ് കയറി കഴക്കൂട്ടത്ത് പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ് കയറിയാണ് വീട്ടിൽ പോകുന്നത്. എൻ്റെ കൊച്ചിന് അതും കഴിഞ്ഞ് പോകണം. കല്ലമ്പലും കഷ്ടപ്പാടാണ് സുഹൃത്തുക്കള്. ചിന്ത ചെയ്യാൻ ഫസ്റ്റ് ഒരു ജോലി കിട്ടണം, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാട്. അപ്പം ബൈ ഗൈസ്, ഇനി കഴക്കൂട്ടത്ത് എത്തിയിട്ട് അടുത്ത വിശേഷം പറയാം. അങ്ങനെ നമ്മൾ നടന്ന് എത്തിയപ്പോൾ തന്നെ എൻ്റെ കൊച്ചിന് ബസ് കിട്ടി. കുട്ടി കയറിപ്പോയി ഗൈസ്. പിന്നെ ഞാനും നന്ദിതയും ഏകദേശം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റോപ്പിലെത്തി നടക്കാൻ തുടങ്ങി ഗൈസ്. അതിശയമെന്ന് പറയട്ടെ, അവിടെ പോസ്റ്റിൽ പോലും ഒരു ലൈറ്റ് ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിലെത്തിയെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അങ്ങനെ വീണ്ടും ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ നടന്ന് എൻ്റെ വീടെത്തി സുഹൃത്തുക്കളെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.